എറണാകുളം കോതമംഗലത്ത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച അൻസലിന്റേത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. കസ്റ്റഡിയിലുള്ള അൻസലിന്റെ പെൺസുഹൃത്തിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. യുവതിക്ക് അൻസലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് അൻസലിന്റെ കുടുംബം മൊഴി നൽകിയിരുന്നു. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, കേസിൽ എന്താണ് പോലീസിനെ കണ്ടെത്തൽ? ധന്യ, നിർണായകമായ വിവരം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോലീസിന് ലഭിക്കുന്നത്. അതായത് വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് അൻസിൽ മരിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അൻസിലിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. കീടനാശിനി, അതായത് ഈ ചെടികൾക്കും മറ്റും ഉപയോഗിക്കുന്ന കീടനാശിനി ഉപയോഗിച്ചാണ് അൻസിലിനെ കൊന്നിട്ടുള്ളത്. ഇതാണ് അൻസിലിന്റെ ശരീരത്തിനുള്ളിൽ കടന്നിട്ടുള്ളത്. നിലവിൽ യുവതി കസ്റ്റഡിയിലാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ യുവതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അൻസിലിനെ ഒഴിവാക്കുക എന്നതായിരുന്നു യുവതിയുടെ ലക്ഷ്യം. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. അപ്പോൾ അൻസിലിനെ എങ്ങനെയും ഒഴിവാക്കുക എന്നതായിരുന്നു യുവതിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് യുവതി ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം വീടിന് സമീപത്ത് വെച്ച് ഇയാൾക്ക് വിഷം കലർത്തിയ പാനീയം നൽകിയതെന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ യുവതിയുടെ അറസ്റ്റ്, നിലവിൽ ഇവർക്കെതിരെ വധശ്രമത്തിനാണ് എടുത്തിട്ടുള്ളത്. ഈ കൊലപാതകം സ്ഥിരീകരിച്ചത് കൂടി തന്നെ അല്പസമയത്തിനുള്ളിൽ കൊലപാതക കുറ്റം കൂടി ചുമത്തി പുതിയ എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് എടുക്കും. അതിനുശേഷം ഉടൻ തന്നെ ഈ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ മരിക്കുന്നതിന് മുൻപ് ഈ അനിയനോട് അൻസിൽ ഇത്തരത്തിൽ തനിക്ക് വിഷം കലർത്തിയ പാനീയം തന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ കേസിൽ പോലീസിന് നിർണായക തെളിവായത്. അതിനുശേഷം ഈ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ ഈ യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷമടങ്ങിയ ചില കുപ്പികൾ അത് കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കീടനാശിനി വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ധന്യ. ശരി നിതിൻ.